സ്റ്റുഡൻസ്, നമ്മൾ അക്കൗണ്ടൻസി ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ 4 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 5ാമത്തെ യൂണിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോ ആദ്യത്തെ 4 യൂണിറ്റ് നമ്മളെ വലിയ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. 4 യൂണിറ്റിൽ എന്താ പറഞ്ഞത്? തിയറി അല്ലെ, തിയറി കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രോബ്ലംസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇനി 5ാമത്തെ യൂണിറ്റ് മുതലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? പ്രോബ്ലം പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇനിയിപ്പോ 5ാമത്തെ യൂണിറ്റ് മുതൽ പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കരുത്. ആദ്യത്തെ 4 യൂണിറ്റ് ആണ് നമ്മളെ ബേസിക് എന്ന് പറഞ്ഞാല്. ഈ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ജേർണൽ എന്താണ്, ലെഡ്ജർ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 4 യൂണിറ്റ് കേൾക്കാത്ത ആൾക്കാർ, പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ജേർണൽ എന്നുള്ള ഈ ഒരു സബ്ജക്ട്, ഈ ഒരു ക്ലാസ് നമുക്ക് കേൾക്കാം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെ, ചാപ്റ്റർ 5 ആണെന്ന് നമുക്കറിയാം. ചാപ്റ്റർ 5 നമുക്ക് ജേർണലിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ ജേർണലിനുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കും അല്ലെ. ജേർണൽ എന്നുള്ളത് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ജേർണൽ ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ജേർണൽ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളൊക്കെ വലുതായിട്ട് എന്താ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ വലിയൊരു ബിസിനസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണ്? നിങ്ങളൊരു ജേർണല് മെയിൻറ്റെയിൻ ചെയ്യണം. ബുക്ക് ഓഫ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ് ലോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജേർണൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ എന്താണ് ജേർണൽ എന്നുള്ളത് ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം. ജേർണൽ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രോബ്ലം മാത്രമല്ല, തിയറിയും വരും. അപ്പൊ എന്താണ് ജേർണൽ എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ, ട്രാൻസാക്ഷൻ എന്താന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാല് ഒരു സെയിൽസ് നടക്കുക, അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടക്കുക, ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാല് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാല്. ഒരു സെയിൽസോ ഒരു പർച്ചേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ജേർണൽ എന്ന് പറയുന്നത്. ജേർണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേർണൽ അറിയപ്പെടുന്ന ഒരു പേരെന്താണ്? ഒറിജിനൽ എൻട്രി. ഇപ്പൊ ജേർണൽ അറിയപ്പെടുന്ന പേരെന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്നും ജേർണൽ അറിയപ്പെടുന്നുണ്ട്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ജേർണൽ ആണ്. ജേർണലിന്റെ ഫോർമാറ്റ് ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ജേർണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻസ് നമ്മളിപ്പോ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതിന്, നിങ്ങളിപ്പോ ഒരു നോട്ട് എടുത്ത് എഴുതി വെക്കുന്നതിന് നമ്മൾ എന്താ റൈറ്റ് ചെയ്യാന്നല്ലേ പറയാ. അതേപോലെ ജേർണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുന്നതിനെ റെക്കോർഡിംഗ് എന്നാണ് പറയാ. എന്താ പറയാ? റെക്കോർഡിംഗ്. അപ്പോ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്, ബുക്ക് ഓഫ് പ്രൈം എൻട്രി ആണ്. ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ നമ്മൾ എന്താ പറയാ? റെക്കോർഡിംഗ് എന്നാണ് പറയാ. ഇനി നമുക്ക് ജേർണലിന്റെ ഫോർമാറ്റിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ശ്രദ്ധിക്കുക, ജേർണലിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ ഇവിടെ വരച്ചത്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജേർണൽ എന്ന് പറയുന്നത്. ജേർണലിന്റെ ഫോർമാറ്റ് എങ്ങനെയാ വരുന്നത്? 1 2 3 4 5 5 കോളങ്ങളാണ് എന്തിൽ വരുന്നത്? ജേർണലിൽ വരുന്നത്. ഫസ്റ്റ് കോളം ഡേറ്റ് ആണ്. ഡേറ്റ് ചെറിയ, അതായത് നമുക്ക് ഡേറ്റ് എഴുതാൻ പറ്റിയ അത്രയും വലിപ്പമുള്ള ഒരു കോളം. സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ് കോളം. ഇത് അത്യാവശ്യം വലിയ കോളം. എല്ലാ കോളത്തിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വലിയ കോളായിരിക്കണം എന്ത്? പർട്ടിക്കുലേഴ്സ് കോളം. ദെൻ ഒരു ചെറിയൊരു കോളം, ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഴുതുന്നില്ല. ഇത് എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. LF എന്ന് പറയും. LF എന്ന് പറഞ്ഞാല് ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാല് ജേർണൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ലെഡ്ജർ ഉണ്ടാക്കുക. അപ്പൊ ലെഡ്ജറിലുള്ള പേജ് നമ്പർ ഉണ്ടല്ലോ, അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ കോളം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത് LF കോളമാണ്, അല്ലെങ്കിൽ ലെഡ്ജർ ഫോളിയോ കോളം. ദെൻ ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് വായിച്ചിട്ട് ഇത് എങ്ങനെയാണ് ജേർണലിൽ റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഇതാണ് ട്രാൻസാക്ഷൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് എന്ത്? ട്രാൻസാക്ഷൻസ്. അപ്പോ ഇതിന്റെ റൂൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4th യൂണിറ്റിന്റെ ക്ലാസ് കേൾക്കണം. അതിൽ ഞാൻ മോഡേൺ റൂളും അതേപോലെ തന്നെ ട്രഡീഷണൽ റൂളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം 4th യൂണിറ്റിന്റെ ക്ലാസ് കേൾക്കുക, ആ റൂൾ എന്തൊക്കെയാന്നുള്ളത് പഠിച്ചു വെക്കുക. റൂള് പഠിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ആ റൂള് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ജേർണലിന്റെ ക്ലാസ് കേൾക്കുക. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒന്ന് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് വെച്ച് തുടങ്ങാം. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത്? ഒരുപാട് ട്രാൻസാക്ഷൻസ് അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ട്രാൻസാക്ഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേജ് നമ്പർ 57 ആണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഞാനിത് ഒരു പ്രോബ്ലം ആണ് ഞാൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കി പ്രോബ്ലംസ് എന്ത് ചെയ്യാ, ഞാൻ ചെയ്യുന്നത് വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാം. ഇതില് എത്ര ട്രാൻസാക്ഷൻസ് ആണ്? ഞാൻ പറഞ്ഞു, നമ്മൾ സാധനങ്ങൾ വാങ്ങുക, സാധനങ്ങൾ വിൽക്കുക, പിന്നെ സാലറി പേ ചെയ്യുക, റെന്റ് പേ ചെയ്യുക, അങ്ങനെ അങ്ങനെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തെയും നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ എന്നാണ്. ട്രാൻസാക്ഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓരോന്നും നടന്ന ഡേറ്റും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 4, 7, 14, 17, 19 ഓരോ ദിവസത്തിൽ നടന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കുക. ഓഗസ്റ്റ് 1 എന്താ സംഭവിച്ചത്? അജയ്, നമ്മുടെ ബിസിനസ്മാൻ ആരാണ്? അജയ് ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000. അജയ് എന്താ ചെയ്തത്? 50,000 രൂപ അല്ലെ, 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങി. ഓക്കെ, ക്യാപിറ്റൽ എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് തുടക്കത്തിൽ കൊണ്ടുവരുന്ന എമൗണ്ട്, ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അജയ് എത്ര രൂപയാണ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നത്? 50,000 റുപ്പീസ് അല്ലെ. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷനിൽ നിന്ന് 2 ടേംസ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മളത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സ്കില്ല് വരിക. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000. ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന, ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന 2 ഐറ്റംസ്, 2 ആസ്പെക്ട്സ്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ട്. ഏതൊക്കെയാണ്? ഇയാള് ക്യാഷ് ആയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ക്യാപിറ്റല്. അപ്പോ ഒരു ടേം ക്യാഷ് ആണ് എനിക്ക് കിട്ടി. ക്യാഷ് എന്തിന്റെ രൂപത്തിലാണ് ക്യാഷ് കൊണ്ടുവരുന്നത്? ക്യാപിറ്റലിന്റെ രൂപത്തില്. അപ്പോ ഏതൊക്കെയാണ് 2 ടേംസ്? ക്യാഷും ക്യാപിറ്റലും. ഇനി നമ്മളുടെ അടുത്ത പണി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷിനും ക്യാപിറ്റലിനും ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാ, ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. അത് നമ്മളുടെ ട്രഡീഷണൽ റൂളും മോഡേൺ റൂളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഇതിൽ ഏതാ ഡെബിറ്റ് ഏതാ ക്രെഡിറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 4th യൂണിറ്റിന്റെ നമ്മൾ കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട്, ഒരു കള്ളി ബോക്സിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം പഠിച്ചാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്യാഷും ക്യാപിറ്റലും ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 2 ഐറ്റംസ്. ഓക്കെ, ഇതില് ക്യാഷിന്റെ രൂപത്തിലാണ് കൊണ്ടുവരുന്നത്, ക്യാപിറ്റൽ ആണ് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്യാപിറ്റൽ എഴുതുക. അതൊന്ന് ഓർത്ത് വെക്കുക. ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ്. നമുക്ക് ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നത് എന്താണ്? ക്യാഷ്. എന്താണോ നമ്മൾ റിസീവ് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റൂള് പഠിച്ചതാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇപ്പൊ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പറയുമ്പോൾ ക്യാഷ് ആണ് ബിസിനസ്സിലേക്ക് വരുന്നത്, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ജേർണൽ എഴുതുന്ന സമയത്ത് ക്യാഷും ക്യാപിറ്റലും അല്ലെ, എങ്ങനെയത് എഴുതുക? ആദ്യം തന്നെ നമ്മള് ഡേറ്റ് എഴുതുക. ഓഗസ്റ്റ് 1 ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് 1 എന്ന് ഡേറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ് എഴുതുക. ദെൻ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ക്യാഷ് നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെ. റിസീവ് ചെയ്യുന്നത് എന്താണ്? ക്യാഷ് ആണ്. അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ക്യാഷ് എന്ന് ജസ്റ്റ് എഴുതുക, ക്യാഷ് അക്കൗണ്ട്.
ഡെബിറ്റ് എന്ന് എങ്ങനെ എഴുതുക? DR. ഡെപ്റ്റർ ടു ടൂന്ന് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാല് ഈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഈ ക്യാഷിന്റെ നേരെ താഴത്ത് ടൂന്ന് എഴുതാൻ പാടില്ല. ഈ ടു എന്ന് പറയുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ നമ്മൾ എഴുതുന്ന ഒരു ടേമാണ് ടു. ഇത് ഇവിടുന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് താഴെ ഇത്രയും സ്പേസ് വിട്ടിട്ട് അല്ലെ, നേരെ തൊട്ട് താഴെയല്ലേ എഴുതുന്നത്, ഇത്രയും സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റിന്റെ എമൗണ്ട് എഴുതേണ്ടത്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ട് വരുന്നത് നോക്കുക? 50,000 ആണ് അല്ലെ. അപ്പൊ ഡെബിറ്റില് 50,000ഉം ക്രെഡിറ്റിൽ എത്രയാ? ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഇവിടെ എഴുതാൻ പാടില്ല, ഇവിടെ എഴുതാൻ പാടില്ല, നേരെ ഇതിന്റെ നേരെ ഇവിടെ. ശ്രദ്ധിക്കുക, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഓൾവേസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എപ്പോഴും അത് എന്താണ്? ഈക്വൽ ആയിരിക്കണം. ഇത്രയും എഴുതി കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഇതിങ്ങനെ വായിക്കുക എങ്ങനെയാ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷിന്റെ ഡെബിറ്റ് സൈഡിൽ 50,000, ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡിൽ എത്രയാണ്? 50,000. ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നടന്ന ട്രാൻസാക്ഷനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഈ ബ്രാക്കറ്റിൽ എഴുതാം. എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ്. സ്റ്റാർട്ടഡ് ബിസിനസ് എന്നും ജസ്റ്റ് ഒരു നറേഷൻ കൊടുക്കാം. എന്നിട്ട് ഇതെന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് ട്രാൻസാക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? ഓഗസ്റ്റ് 2-നാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 2-ന് ബ്രോഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് എന്താ വന്നത്? ഫർണിച്ചർ അല്ലേ കയ്യിലേക്ക് വന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എന്താ? ക്യാഷ്. അപ്പൊ നമ്മളെ കയ്യിലേക്ക് വരുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നല്ലേ പറയുന്നത്. കയ്യിലേക്ക് വന്നതിനെ ഡെബിറ്റ് ചെയ്യുക, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുക. ടു ക്യാഷ്. കയ്യിൽ നിന്ന് പോയതിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ഫർണിച്ചർ കയ്യിലേക്ക് വന്നു, ബിസിനസ്സിലേക്ക് വന്നു. നമ്മുടെ ബിസിനസ് പോയത് ക്യാഷ്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എത്ര എമൗണ്ട് വരുന്നത്? 2,100. ബോണ്ട് ഫർണിച്ചർ ബ്രാക്കറ്റ് കൊടുക്കുക. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ നറേഷൻ ആയിട്ട് കൊടുക്കുക. ഇനിയുള്ള അങ്ങോട്ട് ട്രാൻസാക്ഷൻസിന് ഞാൻ നറേഷൻ എഴുതുന്നില്ല, അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ. ഇനി അടുത്തത് ഓഗസ്റ്റ് 4-നാണ് അടുത്ത ട്രാൻസാക്ഷൻ. ഓഗസ്റ്റ് 4. ഈ ലെഡ്ജർ ഫോളിയോയിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് നമ്മൾ വിട്ടാ മതി. ഓഗസ്റ്റ് 4-ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനന്തോ ട്രേഡേഴ്സ്. അപ്പൊ പർച്ചേസ് ചെയ്താ അല്ലെ, ഒരു സാധനം വാങ്ങുന്ന സമയത്ത്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഓക്കെ, നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, സാധനം എന്താണ്? നമ്മളെ കയ്യിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. നേരത്തെ ഫർണിച്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്? ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്. നേരത്തെ അതേപോലെ ക്യാഷ് പോയി, സാധനം വന്ന്, ഇവിടെ ഗുഡ്സ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഗുഡ്സിന്റെ കേസിൽ മാത്രം നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതാൻ പാടില്ല. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുക. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഒരു സാധനം വാങ്ങുന്ന സമയത്ത് സാധാരണ ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ നമ്മളെ കയ്യിലേക്ക് വരുമ്പോൾ ഫർണിച്ചറിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ പർച്ചേസ് എന്ന് പറയുമ്പോൾ, പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഗുഡ്സിനെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇവിടെ ക്യാഷിനല്ല നമ്മൾ വാങ്ങുന്നത്, അനന്തോ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ അനന്തോ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ക്രെഡിറ്റർ ആണ് അല്ലെ. അപ്പൊ അവിടെ നമ്മള് ക്രെഡിറ്റർ അല്ല, ഡെപ്റ്റർ. അനന്തോ ട്രേഡേഴ്സ് എത്രയാ? 2,850. ഓക്കെ, ഇവിടെ നിങ്ങൾ നറേഷൻ എഴുതണേ. നറേഷൻ എഴുതിയിട്ട് ഇത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഓഗസ്റ്റ് 7. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനു. ഓഗസ്റ്റ് 7-ന് ക്യാഷ് സെയിൽസ്, അതായത് സാധനങ്ങൾ ക്യാഷിന് വിറ്റു.
ഞാൻ കുറെ സാധനങ്ങൾ, ഞാൻ ഇപ്പൊ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് മാനാ വിചാരിച്ചോ, എന്റെ ഫാക്ടറിയിലുള്ള ഇത്രയും സോപ്പുകൾ ഞാൻ എന്ത് ചെയ്തു, ക്യാഷിന് വിറ്റു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോകുന്നത് എന്താണ്, ഗുഡ്സ് ആണ് പോകുന്നത് അല്ലെ. ക്യാഷ് നിന്റെ കയ്യിലേക്ക് വരികയാണ് ചെയ്യുന്നത്, ക്യാഷ് കയ്യിലേക്ക് വരികയാണ്. സെയിൽസിന് എപ്പോഴും എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ പർച്ചേസിന് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്യണം, സെയിൽസിന് നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ സാധനം വിൽക്കുന്ന സമയത്ത് എന്റെ കയ്യിലേക്ക് ക്യാഷ് വന്നു, അപ്പൊ കയ്യിലേക്ക് വരുന്നത് എന്താണോ അതിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. എമൗണ്ട് എത്രയാ, 3500. Then next, sold goods on credit to Manu. മനുവിന് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനു. അതായത് മനുവിന് നമ്മൾ ക്രെഡിറ്റിന് വിറ്റു, അതായത് സാധനങ്ങൾ കടത്തിന് നമ്മൾ ആർക്ക് വിറ്റു, മനുവിന് വിറ്റു. നേരത്തെ നമ്മൾ സാധനങ്ങൾ ക്യാഷിനാണ് സെയിൽ ചെയ്തത്. ഇപ്പൊ മനു എന്ന് പറഞ്ഞ ഒരു ട്രേഡർക്ക് നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങൾ കടമായിട്ട് അല്ലെ, നിങ്ങൾ പിന്നെ മതി, ക്യാഷ് പിന്നെ തന്നാ മതി എന്നുള്ള രീതിയിൽ മനുവിന് നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. അപ്പൊ എന്താ വരിക, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനു എന്ന് പറയുമ്പോ മനുവിന് ഡെബിറ്റ് ചെയ്യാം. മനുവിനാണല്ലോ കിട്ടുന്നത്, മനു ആണ് റിസീവ് ചെയ്യുന്നത്. ഡെപ്റ്റർ ടു സെയിൽസ്. സെയിൽസ് എപ്പോഴും എന്താണ്, ക്രെഡിറ്റ് ആണ് വരിക. എമൗണ്ട് 2500. ഡേറ്റ് എഴുതണേ. നെക്സ്റ്റ് ഇത് ഓഗസ്റ്റ് 14, ഈ ഓഗസ്റ്റ് 17. പെയ്ഡ് ഫോർ സ്റ്റേഷനറി. അതായത് നമ്മൾ ബിസിനസ്സിലേക്ക് ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങും അല്ലെ. സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാം, ചെറിയ ചെറിയ അല്ലറ ചില്ലറ സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് വാങ്ങേണ്ടി വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിച്ചാണ് പേ ചെയ്യാം. അപ്പൊ നമ്മള് പേയ്മെന്റ്, നമ്മളെ കയ്യിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. ക്യാഷ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ക്യാഷിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റേഷനറിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കാരണം സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് സ്റ്റേഷനറിനെ ഡെബിറ്റ് ചെയ്തു. ടു പൈസ അല്ല, ക്യാഷ് അല്ല കൊടുക്കുന്നത്, ക്യാഷ് 500 ആണ് സ്റ്റേഷനറിക്ക് കൊടുത്തത്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഓഗസ്റ്റ് 19 ആണ്. മനു റെമിറ്റഡ് ₹1000 ഓൺ അക്കൗണ്ട്. അതായത് മനു എന്ന് പറഞ്ഞ ഒരാള് 1000 രൂപ നമുക്ക് എന്ത് ചെയ്തു, അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു എന്നാ പറയുന്നത്. അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്തു. അപ്പോ ക്യാഷിന്റെ രൂപത്തിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്താ റിസീവ് ചെയ്യുന്നത്, ക്യാഷ് ആണ് റിസീവ് ചെയ്യുന്നത്. അപ്പൊ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എഴുതുന്നുണ്ട്, ക്യാഷിന് എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാ. മനുവിന് എന്ത് ചെയ്യാ, ക്രെഡിറ്റ് ചെയ്യാ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മനു 1000 ആണ് വരുന്നത്. അവിടെ എഴുതണം, അവിടെ സ്ഥലം എത്തോണ്ടാണ് 1000. ഓക്കെ, പിന്നെ അതേപോലെ 2 ട്രാൻസാക്ഷൻസും കൂടി വരുന്നുണ്ട്. ഇവിടെ സ്ഥലമില്ലായിട്ട് ഞാൻ എഴുതാത്തത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അജയ് ഹാസ് വിഡ്രോ ക്യാഷ് ₹1000 ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അജയ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്മാൻ ആണ്. ഇയാൾ എന്ത് ചെയ്തു, അയാളുടെ ബിസിനസ്സിൽ നിന്ന് ഒരു 1000 rupees വിഡ്രോ ചെയ്തു. എന്തിനാ വിഡ്രോ ചെയ്തത്, ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിസിനസ്മാൻ അയാളുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് പറയാ. ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലുള്ള ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഡ്രോയിങ്സിന് എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാലറി പേ ചെയ്തു. അടുത്തൊരു ട്രാൻസാക്ഷൻ സാലറി പേ ചെയ്തു എന്ന് പറഞ്ഞാൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടൽ ചെയ്യണം. അതായത് 2 സൈഡും ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇടുക. എല്ലാ ട്രാൻസാക്ഷൻസും എഴുതി കഴിഞ്ഞിട്ട്
ഏതെങ്കിലും ഒരു സൈഡ് ആഡ് ചെയ്താൽ മതി. ഈ സൈഡ് മൊത്തം ആഡ് ചെയ്തിട്ട് എത്രയാണോ എമൗണ്ട് അത് ഇവിടെ എഴുതുക. ഇവിടെ അതേപോലെ എമൗണ്ട് എഴുതിയിട്ട് ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ജേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജേർണൽ, ഈ ഒരു ജേർണലിന്റെ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ കഴിയാണ്. നിങ്ങൾ ഫസ്റ്റ് ഒരൊറ്റ എന്താ പറയാ ട്രാൻസാക്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ബേസിക് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഒന്നും എക്സാമിന് എന്തായാലും ചോദിക്കില്ല. കാരണം എന്താ പറയാ, ഇതിൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ്, പിന്നെ വിഡ്രോവൽ ആണെങ്കിലും സാലറി ആണെങ്കിലും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യാ, ആദ്യം തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലെഡ്ജർ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ജേർണൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ലെഡ്ജർ ചെയ്യാൻ പറ്റുള്ളൂ. ലെഡ്ജർ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഈ ജേർണലിന്റെ അകത്തുനിന്ന്, ഈ ജേർണൽ ബുക്കിന്റെ അകത്ത് നിന്ന് നമ്മൾ എടുത്തിട്ടാണ് എന്തുണ്ടാക്കുക, ലെഡ്ജർ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ ലെഡ്ജർ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.